ഭാരതത്തിന്റെ തെക്കേയറ്റത്ത് 3 സമുദ്രങ്ങൾ ഒന്നിക്കുന്ന അതുല്യ നാട് കന്യാകുമാരി. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ ഒന്നിക്കുന്നിടത്ത് സായാഹ്ന സൂര്യാസ്തമയവും പ്രഭാത സൂര്യോദയവും കാണുവാൻ മാത്രമായി ലോകം മുഴുവനുള്ള സഞ്ചാരികൾ എത്തുന്നിടം. ബാക്ക് പാക്കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ കാണേണ്ട കുറച്ച് സ്ഥലങ്ങളും കുറച്ച് ഹിഡൻ സ്പോട്ട്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഫ്രെയിം എവിടെയോ കണ്ട് മറന്ന പോലെ ഉണ്ടാവും. മേഘമൽഹാർ സിനിമയിൽ ബിജു മേനോനും സംയുക്തയും ഇരുന്ന അതേ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം പാലസിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കൽക്കുളം നീലകണ്ഠേശ്വർ മഹാദേവ ക്ഷേത്രമാണ്. ദക്ഷിണ തിരുവിതാംകൂർ പ്രദേശത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. ഓരോ വർഷവും മഹാശിവരാത്രിക്ക് മുന്നേ അനുഷ്ഠിക്കുന്ന ശിവാലയ ഓട്ടത്തിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശക്കാലത്ത് നിർമ്മിച്ചതായാണ് പറയപ്പെടുന്നത്. പത്മനാഭപുരം കൊട്ടാരവുമായി അടുത്തു ബന്ധമുള്ള ഈ ക്ഷേത്രം രാജകീയ പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു. കേരള ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ അകത്ത് വലിയൊരു കുളമുണ്ട് കേട്ടോ. വളരെ ശാന്തതയും പൗരാണിക സൗന്ദര്യവും നിറഞ്ഞൊരു സ്ഥലമാണിത്. പത്മനാഭപുരം പാലസിൽ നിന്ന് വെറും 1 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കന്യാകുമാരി യാത്രയിൽ പലരും മിസ് ചെയ്യുന്നുണ്ട്. നമ്മളോട് ഇവിടുത്തെ പൂജാരി ഭക്ഷണം കഴിക്കാണ്ട് പോവല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പോൾ അന്നദാനത്തിന് ഇരിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും 12 മണിക്ക് ഇവിടെ അന്നദാനം ഉണ്ട്. അപ്പോൾ അന്നദാനമൊക്കെ വളരെ സന്തോഷത്തോടെ കഴിച്ച് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. കുമാരകോവിൽ അഥവാ കുമാരസ്വാമി ക്ഷേത്രം കന്യാകുമാരി ജില്ലയിലെ വടശ്ശേരിക്കുളം സമീപത്തുള്ള പ്രശസ്തമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണിത്. പുരാണങ്ങൾ പറയുന്നത് പ്രകാരം ഈ സ്ഥലം അഗസ്ത്യ മഹർഷിയുമായി ബന്ധപ്പെട്ട പുണ്യഭൂമിയാണ്. ദേവാസുര യുദ്ധത്തിൽ വിജയിച്ച ശേഷം സുബ്രഹ്മണ്യ സ്വാമി ഇവിടെ വിശ്രമിച്ചതായി പറയപ്പെടുന്നു. പുരാണങ്ങൾ പറയുന്നത് പ്രകാരം അസുരരാജൻ സൂരപത്മൻ ലോകം മുഴുവൻ ഭീതിയിലാഴ്ത്തിയപ്പോൾ ഭഗവാൻ ശിവൻ തന്റെ തേജസ്സിൽ നിന്ന് ഒരു ദിവ്യ ശിശുവിനെ സൃഷ്ടിച്ചു, കാർത്തികേയൻ. സൂരപത്മനെ നശിപ്പിച്ച ശേഷം ഭഗവാൻ സുബ്രഹ്മണ്യൻ അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വേലിമലയിലെത്തി തപസ് ചെയ്തു എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഈ സ്ഥലം കുമാരൻ വസിച്ച സ്ഥലം എന്നർത്ഥത്തിൽ കുമാരകോവിലായി. വേലിമലയുടെ അടിവാരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരള ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. രാവിലെ 5:30 തുടങ്ങി 11 മണി വരെയാണ് സന്ദർശന സമയം. വൈകിട്ടാണെങ്കിൽ 5 മണി തുടങ്ങി 8 മണി വരെ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നട ജസ്റ്റ് അടച്ചായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് കന്യാകുമാരിയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായ പത്മനാഭപുരം പാലസിലേക്കാണ്. കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്ക് സമീപത്താണ് പത്മനാഭപുരം പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ തലസ്ഥാനമായ പത്മനാഭപുരത്തിന്റെ ഹൃദയഭാഗത്താണ്. ഇന്നീ കൊട്ടാരം കേരളത്തിലെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ്. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് ഈ പാലസ് നിർമ്മിച്ചത്. പത്മനാഭപുരം കൊട്ടാരം പൂർണ്ണമായും തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുണ്ണാമ്പോ സിമെന്റോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. പൂർണ്ണമായും തേക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗം തീരെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പാലസിന്റെ അകത്ത് ഫാൻസി ലൈറ്റിംഗ് ഒന്നുമില്ല. ഇത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനായി നിർമ്മിച്ച ഔഷധ കിടക്കയാണ്. ഇത് പണ്ട് കാലത്തെ ടോയ്ലറ്റ് സംവിധാനമാണ് കേട്ടോ. നിലവിലുള്ള കൊട്ടാര സമുച്ചയം പ്രധാനമായും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാന്റെ കാലത്ത് പുനർനിർമ്മിച്ചതാണ്. കേരളത്തിന്റെ പാരമ്പര്യ വാസ്തുവിദ്യയുടെ ഉജ്ജ്വല ഉദാഹരണമാണ് ഈ പാലസ്. ഒരുപാട് മലയാള സിനിമകളിൽ നമ്മൾ ഈ കൊട്ടാരം കണ്ടിട്ടുണ്ടല്ലേ. കൊട്ടാരം ഞാൻ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല, ചെറിയ ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. കൊട്ടാരം മാത്രം കാണിക്കുവാനായിട്ട് തന്നെ ഒരു വീഡിയോ വേണ്ടി വരും. ഇവിടെ ടൈമിംഗ് വരുന്നത് രാവിലെ 9 തുടങ്ങി 12:30 വരെ, പിന്നെ 2 മണി തുടങ്ങി 4:30 വരെ. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. വീഡിയോക്ക് ഏകദേശം 250 രൂപ ചാർജ് വരുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മൺഡേ ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഈ പാലസിന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം സരസ്വതി മണ്ഡപം തന്നെയാണ് കേട്ടോ. ശോഭനയുടെ ഒരു മുறை വന്ന് പാത്തായ എന്ന സോങ് ഷൂട്ട് ചെയ്തത് സരസ്വതി മണ്ഡപത്തിലാണ്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. നമുക്കിനി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം.
നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട് ടൂറിസം കോർപ്പറേഷന്റെ കീഴിലുള്ള കന്യാകുമാരിയിലുള്ള ഹോട്ടൽ തമിഴ്നാടുവിലാണ്. കൊടൈക്കനാലിലാണ് ഞാൻ ആദ്യമായിട്ട് TTDCയുടെ ഹോട്ടലിൽ താമസിക്കുന്നതും അവരുടെ സർവീസും എല്ലാം അനുഭവിച്ചറിയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. തമിഴ്നാടെന്ന് പറഞ്ഞാൽ TTDCയുടെ റൂംസ് എവിടെയുണ്ടോ അവിടെ തന്നെ ബുക്ക് ചെയ്യും. അങ്ങനെയാണ് കന്യാകുമാരിയിൽ എത്തിയത്. പ്രതീക്ഷകളൊന്നും നിരാശപ്പെടുത്തിയിട്ടില്ല. നല്ല ക്ലീൻലിനെസ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ മയിലൊക്കെ ഭയങ്കര കമ്പനിയാന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇവർക്ക് ഒരു പേടിയില്ല. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ബാറാണ് കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ റൂം കാറ്റഗറീസ് ആണ്. നമ്മളപ്പോൾ ആദ്യം നേരെ റിസപ്ഷനിലേക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നോക്കട്ടെ കേട്ടോ. ഇനി TTDCയുടെ മെയിൻ ഹൈലൈറ്റ് കണ്ടേ. ഇത് ആക്ച്വലി ഒരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടി ആണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ഹോട്ടൽ തമിഴ്നാടു സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ മെയിൻ റിസപ്ഷൻ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ തിരുവള്ളൂർ സ്റ്റാച്യു ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഹോട്ടൽ തമിഴ്നാടുവിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെയാണ് റിസപ്ഷൻ ഏരിയ. അപ്പം നമ്മൾക്ക് വണ്ടി പാർക്ക് ചെയ്ത് ആദ്യം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡീലക്സ് ഇൻഡിപെൻഡന്റ് കോട്ടേജസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈവസി ഉള്ളതാണ് ഇവിടുത്തെ ഡീലക്സ് AC ട്വിൻ കോട്ടേജസ്. അപ്പോൾ നമുക്ക് വേഗം ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. റൂം ടൂർ കാണാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബെഡാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വാഷ്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് വാഷ്റൂം കാണാം. വാഷ്റൂം ചെറുതാണ്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഷവർ ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ നല്ല വലിയ ബെഡാണ്. TV കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റൂംസ് സീ വ്യൂ കാറ്റഗറി ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. അതുകൂടാണ്ട് ഇവിടെ ഒരു വലിയൊരു ബാൽക്കണി ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ്. ബാൽക്കണി കണ്ടാലോ. ഈ ബാൽക്കണിയിൽ നമുക്ക് മയിലിനെയൊക്കെ തൊട്ടടുത്ത് കാണാട്ടോ. ഇവർക്കാണെങ്കിൽ ഒരു പേടിയില്ല. ഞങ്ങളിവിടെ മയിലായിട്ട് ചെറുതായിട്ട് കമ്പനി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത മയില് വന്നിരിക്കുന്നു. ഒരാളിവിടെ ഉണ്ട്. മയിലിനെയൊക്കെ തൊട്ടടുത്ത് കാണണം എന്നുള്ളവര് ഈ റൂം സെലക്ട് ചെയ്യാം കേട്ടോ. TTDC പ്രോപ്പർട്ടി ഇങ്ങനെ പരന്ന് കിടക്കുന്നതായതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. സേഫ് പാർക്കിങ്ങും ആണ് കേട്ടോ. ഇവിടെ ഒരു ഐ ലവ് കന്യാകുമാരി ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിശദീകരിച്ച് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഹോട്ടൽ തമിഴ്നാടുവിന് ബീച്ചിലേക്കൊരു പ്രൈവറ്റ് എൻട്രൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ആ വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ടെന്ന് കേട്ടു. അവിടെ നിന്ന് സൺസെറ്റ് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. TTDCയുടെ വാച്ച് ടവർ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് TTDCയുടെ വ്യൂ ടവർ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കാണ്ടോ. ഏകദേശം സൺസെറ്റ് ടൈം ഒക്കെ ആവാറായിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറെ ആളുകൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് സൺസെറ്റ് കാണാനായിട്ട്. കാണുന്നില്ലേ, അതാണ് വാച്ച് ടവർ. ഇവിടെ പെർ ഹെഡ് 15 രൂപയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് കയറാനായിട്ട്. അപ്പൊ നമുക്കിനി ഓടിക്കയറാം ഈ വാച്ച് ടവർ. ടൈം ലാപ്സ് വീഡിയോ ആണെങ്കിലും സത്യമായിട്ടും ഞങ്ങൾ നല്ല ഓടിയാണ് കയറിയത്. ഒറ്റ ഓട്ടത്തിലാണ് കയറിയിരിക്കണത് കേട്ടോ. 8 നിലയാണ് കയറിയിരിക്കണത്. ദാബിയോടെ ഓടുന്നതുണ്ടോ. അപ്പൊ സൺസെറ്റിന്റെ ഫസ്റ്റ് ഗ്ലിംസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ സൺസെറ്റിന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ നമ്മൾ നല്ല ഭംഗിയുള്ള സൺസെറ്റ് ഒക്കെ കണ്ടു. ഈ ഒരു വാച്ച് ടവറിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിവേകാനന്ദ റോക്കും തിരുവള്ളൂർ സ്റ്റാച്യു ഒക്കെ കാണാം കേട്ടോ. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇവിടെ ഈ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ സീഷെൽസും സ്റ്റാർ ഫിഷൊക്കെ കാണാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ചു നേരം ബീച്ച് സൈഡിൽ കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഇപ്പം തിരിച്ച് നമ്മളുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് എൻട്രൻസ്. നേരത്തെ കണ്ട എൻട്രൻസ് ഇല്ലേ, ആ എൻട്രൻസ് ആണിത്. ഇവിടെ ആക്ച്വലി ലോക്ക് ചെയ്തിട്ടേക്കാണ്. നമ്മളിങ്ങനെ കുനിഞ്ഞു കയറണം.
ഇപ്പോൾ സ്കൈ ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡായിട്ടുണ്ട്, പിങ്ക് പർപ്പിൾ ഷെയ്ഡ്. സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ റൂമിലേക്ക് പോവാണ്. റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകും. അപ്പം നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നമ്മൾ ആക്ച്വലി നല്ല ലേറ്റാണ്, എന്നത്തെയും പോലെ ഫുഡ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ വരുമോ, നമുക്ക് അകത്ത് കയറി ഫുഡ് കഴിക്കാം. നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് വെജ് ഫ്രൈഡ് റൈസും ചിക്കൻ ചട്ടിനാടും ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിനി നാളെ കാണാം. നമ്മളിപ്പോൾ രാവിലെ തന്നെ സൺറൈസ് കാണാൻ വന്നിരിക്കുകയാണ്. ഈ ഹോട്ടൽ TTDCയുടെ ഹോട്ടൽ തമിഴ്നാടുവിലാണ് നമ്മൾ താമസിച്ചത്. ഇവിടെ നിന്ന് കണ്ടോ, നേരെ ഡയറക്റ്റ് വ്യൂ ആണ് കേട്ടോ തിരുവള്ളൂർ സ്റ്റാച്യൂവും വിവേകാനന്ദ പാറയെല്ലാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. നമ്മൾ നമ്മളുടെ പ്രൈവറ്റ് ടെൻഡൻസി കൂടി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ബീച്ചിലോട്ട്. മൂടി നിൽക്കാണ് അന്തരീക്ഷം. നമുക്കിങ്ങനെ സൂര്യൻ ഉദിക്കുന്നതൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ലൈറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഈ പ്രോപ്പർട്ടി ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. നമ്മൾ 2 ദിവസമാണ് ഇവിടെ താമസിച്ചത്. നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഞാനിവിടെ നേരത്തെയും താമസിച്ചിട്ടുണ്ട്, ഒരിക്കലും നിരാശപ്പെടുത്തില്ല. കടലും മയിലും പൂച്ചകളൊക്കെ ആയിട്ട് പ്രകൃതിയോട് ഇണങ്ങി താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ. 3 കാറ്റഗറികളിലായിട്ട് ഇവിടെ റൂം അവൈലബിലിറ്റി ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. അങ്ങനെ കുറച്ച് നേരം മയിലിനെയും പൂച്ചയൊക്കെ കളിപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണിപ്പോൾ. പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. നമ്മളിപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരം പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡീവിയേഷൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അധികമാരും കാണാത്ത ആ ഒരു സ്പെഷ്യൽ സ്ഥലം. വെൽക്കം ടു തെറിക്കാട്, ദ റെഡ് സാൻഡ് ഡെസേർട്ട് ഓഫ് തമിഴ്നാട്. ചുറ്റും നല്ല ചുമന്ന മണലാണ്, ചുമന്ന ഡെസേർട്ട്. ശരിക്കും വന്ന വഴിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു രാജസ്ഥാൻ ഫീലാണ് കേട്ടോ കിട്ടുന്നത്. ഇവിടെ വണ്ടി ഇറക്കുന്ന സാഹസാരം കാണിക്കല്ലേ. ഞങ്ങൾ അറിയാണ്ട് ഇറക്കി, അത് കഴിഞ്ഞ് ഒരു വണ്ടി വന്നു, അത് പൂണ്ടുപോയി. പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്തു, കുറേ സമയം പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. രാമേശ്വരം കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.